നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് അപകടം ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തുരങ്കപാത നിർമ്മാണത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും അലംഭാവം ആരുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി. സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള സർക്കാർ സംരംഭങ്ങളുടെ വിജയത്തിന് ജനങ്ങളുടെ പങ്കാളിത്തം പ്രധാനമാണെന്നും ശുചിത്വം ഒരു പൊതുകടമയും പൗരമൂല്യവും പങ്കിട്ട ഉത്തരവാദിത്വമാണെന്നും കേന്ദ്രമന്ത്രി. സ്വച്ഛതാ പക്വാഡ 2026 ക്യാമ്പയിന് പാലക്കാട്ട് മേഴ്സി കോളേജിൽ തുടക്കം. PSC ക്രമക്കേടിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. വാർത്തകൾ വിശദമായി. വയനാട് അപകടം ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും അലംഭാവം ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് വയനാട് മേപ്പാടിക്ക് സമീപമുള്ള കള്ളാടിയിൽ മീനാക്ഷിപുരം പാലത്തിന് സമീപം തുരങ്കപാത നിർമ്മാണത്തിന് സമീപമാണ് മണ്ണിലിടിച്ചുണ്ടായത്. മണ്ണിടിച്ചിൽ 3 പേർ മരിക്കുകയും 7 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അപകടസ്ഥിതി വർദ്ധിക്കാതിരിക്കാൻ സർക്കാർ സമീപത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ വിവിധ വകുപ്പുകൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു വീഴ്ചയുടെ ഉദാഹരണം മാത്രമാണ്. ദുരന്തങ്ങൾ പാഠമാവണമെന്ന് ഓരോ തവണ പറയുമ്പോഴും ദുരന്തം ആവർത്തിക്കുകയാണ്. പാരിസ്ഥിതിക പഠനം നടപ്പിലാക്കിയിട്ട് വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ. ആവശ്യമായ സഹായം എത്തിക്കുമെന്നും മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിധിക്കുള്ളിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവശ്യപ്പെട്ടാലും എത്രയും പെട്ടെന്ന് തന്നെ ഏത് ഫോഴ്സായി അത് കളക്ടർ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് മുമ്പ് താക്കീത് കൊടുത്തതാണ്. മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ടും അത് മാറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ദുരന്തം അല്ല ഇത് പാഠമാവണം. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്. ഇതിനി സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷെ ഇനി സംഭവിക്കരുത് എന്ന് പറയുന്ന കരുതൽ ഒരിക്കലും തുടർന്നുണ്ടാവുന്നില്ല. അലംഭാവം ആരുടെ ഭാഗത്തു നിന്ന് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. നിർമ്മാണം നടത്തുന്ന കമ്പനി രാജ്യത്തെ മികച്ച സ്ഥാപനമാണ്. സ്കിൽഡ് ലേബേഴ്സിനെ ആണോ നിലവിലെ സർക്കാരിലും ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വേദനിപ്പിക്കുന്നതാണ്. അതിൽ അലംഭാവമുണ്ടായി എന്ന് ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ചേരിതിരിവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു വിഷയമാണ്. അവരത് അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു. പക്ഷേ അലംഭാവത്തെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പുതിയ കഥകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ അനീതി തന്നെയാണ് ഇത്. ഇനി ആവർത്തിക്കരുത് എന്ന് പറയുന്ന ആപ്തവാക്യം ഇനിയും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ രാത്രി അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർത്തും അലംഭാവം കൊണ്ട് തന്നെയാണ്. ഇത് വിളിച്ചു വരുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനു വേണ്ടുന്ന നടപടികൾ ഉടനെ കൈക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ കൃത്യമായിട്ട് സർക്കാരിനറിയാം. സർക്കാർ പറയട്ടെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്, തൃശൂർ. PSC ക്രമക്കേടിനെതിരെ യുവമോർച്ച നേതൃത്വത്തിൽ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് V. മനു പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള സർക്കാർ സംരംഭങ്ങളുടെ വിജയത്തിന് ജനങ്ങളുടെ പങ്കാളിത്തം പ്രധാനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ശുചിത്വം പൊതുകടമയും പൗരമൂല്യവും പങ്കിട്ട ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മേഴ്സി കോളേജിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ പക്വാഡ 2026 ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വച്ഛത വെറുമൊരു പ്രതീകാത്മക പ്രവർത്തനമല്ല, ശുചിത്വം ഒരു പൊതുകടമയും പൗരമൂല്യവും പങ്കിട്ട ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നാം പ്രകൃതിയെ മറക്കുന്നു. ഇത് തുടർന്നാൽ തിരിച്ചടിയാവും ലഭിക്കുകയെന്നും ഓർമ്മിച്ചു.
ശുചിത്വ ഇന്ത്യ എന്ന ദർശനം മഹാത്മാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി ഈ പാത പിന്തുടർന്നു. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം രാജ്യവ്യാപക പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്ത് രാജ്യത്തെ പ്രാപ്തരാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. വികസിത ഭാരതം എങ്ങനെയാവണമെന്ന കാഴ്ചപ്പാടിന് ഓരോരുത്തരുടെയും പ്രയത്നവും പിന്തുണയും ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പക്ഷെ വികസനത്തിന്റെ പേരിൽ നമുക്ക് ഏറ്റവും അധികം ചൂഷണം ചെയ്യാനാണ് താല്പര്യമുണ്ടായിരുന്നതും അത് കാലത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വലിയ അനിവാര്യതയുമായിരുന്നു. അതിന് ഒരു മറു എഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് അത് കോസ്മിക് ലോയാണ്. നമ്മളതിൻ്റെ എല്ലാം കൗണ്ടർ ആക്ഷൻസ് ചെയ്ത് മാത്രമേ ഈ മണ്ണിനോട് നമുക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇന്നെത്തി നിൽക്കുന്നത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ലവ്ലി അധ്യക്ഷത വഹിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജു ഗോപിനാഥ് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുമായി നടന്ന സംവാദത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും സസ്യജാലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ച മന്ത്രി കോളേജിൽ പ്ലാവിൻ തൈ നടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പന്മാരായ മഞ്ഞക്കൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ കിലോമീറ്ററുകൾ താണ്ടി പാലപ്പള്ളിയിലെത്തി. പാലപ്പള്ളി തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന 25 കാട്ടാനകൾ പ്രദേശത്തെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലിറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തിയാണ് കൃഷി നശിപ്പിച്ചത്. നാട്ടുകാരും തോട്ടം തൊഴിലാളികളും വാച്ചർമാരും ചേർന്ന് പടക്കം പൊട്ടിക്കുകയും പാട്ടകുട്ടിയും ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. പകൽ സമയത്ത് പോലും തോട്ടങ്ങളിലും റോഡുകളിലും ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ട തൊഴിലാളികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന പ്രദേശത്തെ ആദിവാസികളും തൊഴിലാളി കുടുംബങ്ങളെയും അക്രമകാരികളായ ആനകൾ കൂടിയെത്തിയതോടെ ഭീതിയിലാണ്. കഴിഞ്ഞ മാസം അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്തെ ആനക്കൂട്ടത്തെ RTO സംഘം കാടുകയറ്റിയത്. കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആനകൾ പാലപ്പള്ളിയിലെത്തിയത്. പാലപ്പള്ളി മേഖലയിൽ 100-ലേറെ ആനകളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം അതിരപ്പള്ളി മേഖലയിൽ നിന്ന് ആനകൾ പാലപ്പള്ളിയിലെത്തിയതുമായി വനപാലകർക്ക് സ്ഥിരീകരണമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 18 പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. പരിപാടിയുടെ പ്രചരണാർത്ഥം ഷൊർണൂർ മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്കും കുടുംബമുണ്ട് സർക്കാർ എന്ന മുദ്രാവാക്യവുമായി ഷൊർണൂരിൽ പ്രകടനം നടത്തി. ഓട്ടോറിക്ഷ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, ഇന്ധന സബ്സിഡി അനുവദിക്കുക, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 18 ജില്ലാ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി ഷൊർണൂർ യൂണിയൻ മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്കും കുടുംബമുണ്ട് സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധ പ്രകടനവും തുടർന്ന് നടന്ന ധർണ സമരം യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശശി ചോറോട്ട് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം ഇതുപോലൊരു സമരം, ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ജൂലൈ 18 നമ്മുടെ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുവാൻ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സബ്സിഡി അനുവദിക്കുക, അതുപോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. യൂണിയൻ മേഖലാ സെക്രട്ടറി N. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം C. മനോജ്, V. മണികണ്ഠൻ, A. ഹരിപ്രതാപൻ, MS. ബാബു, PK. സാജൻ, P. സുധാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പഴഞ്ചേരി പ്രദേശത്ത് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും ബോധവൽക്കരണവും നടത്തി. കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പഴഞ്ചേരി പ്രദേശത്ത് ഒരു വീട്ടിലെ 3 പേർക്കാണ് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും ബോധവൽക്കരണ പരിപാടികളും നടത്തി. ഡെങ്കു റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഫോഗിംഗ് പ്രയോഗവും നടത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശനിവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ PMAY പ്രത്യേക ഗ്രാമസഭ ചേർന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിലാണ്
PMAY പ്രത്യേക ഗ്രാമസഭ യോഗം ചേർന്ന് പദ്ധതിയിൽ അപേക്ഷിച്ചവരിലെ മാനദണ്ഡപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രത്യേക ഗ്രാമസഭ ചേർന്ന്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് പദ്ധതി രൂപീകരിക്കുന്നതിനുള്ള ഗ്രാമസഭയും രണ്ടാമത്തത് വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട ഗ്രാമസഭയും. പദ്ധതി രൂപീകരണ ഗ്രാമസഭ നമ്മൾ നടന്നു, അതിനുശേഷം നമ്മൾ പദ്ധതി ഉണ്ടാക്കി. ഇനി അടുത്ത വരുന്ന ഗ്രാമസഭ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭയാണ്. അത് ഈ മാസത്തിൽ തന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ് വാർഡ് തലങ്ങളിൽ. പിന്നീട് പ്രത്യേക ഗ്രാമസഭ എന്ന് പറയുന്നത് ഭിന്നശേഷി ഗ്രാമസഭ പ്രത്യേകമായി പദ്ധതിക്ക് അംഗീകാരം സംഭവിച്ചു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസന്ന, പഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാടനാകുറിശി പോരൂരിൽ വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് AS നിലയത്തിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കാണാനായത്. വീട്ടുടമ ജയന്തിയുടെ ബന്ധുവായ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചിരിക്കുന്നത്. DNA നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ ചന്ദ്രന്റെ മകളും എത്തിയിരുന്നു. ഇന്നലെ ഷൊർണൂർ CI വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ IV ദാസിനെ അനുസ്മരിച്ചു. വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബാബു പതിയത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മുഴുവൻ നടന്ന് വാഹന സൗകര്യവും ഒന്നുമില്ലാത്ത കാലത്ത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ, ഹൃദയപക്ഷത്തിന്റെ ആശയങ്ങൾ മുഖ്യ പിടിച്ചുകൊണ്ട് 1000-ൽ പരം ഗ്രന്ഥശാലകൾ തുടങ്ങിവെച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പതുക്കെ അഭിപ്രായ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിയല്ലാത്ത അഭിപ്രായങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കലല്ല ഹൃദയപക്ഷം എന്ന് തെളിയിപ്പിച്ചുകൊണ്ട് പിന്മുറയിലേക്ക് വന്നിട്ട് പ്രത്യക്ഷത്തിലല്ലാതെ തന്നെ പരോക്ഷമായിട്ടുള്ള സമാധാന വിദ്യാഭ്യാസം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ലൈബ്രറി ഹാളിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M പ്രശാന്ത്, RG പിള്ള, KC രാജൻ, MC ശങ്കരൻ, R മണി, ശ്രീജ ഹരിദാസ്, മനോജ് M, മോനിഷ, CK ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് അപകടം ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തുരങ്കപാത നിർമ്മാണത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും അലംഭാവം ആരുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി. സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള സർക്കാർ സംരംഭങ്ങളുടെ വിജയത്തിന് ജനങ്ങളുടെ പങ്കാളിത്തം പ്രധാനമാണെന്നും ശുചിത്വം ഒരു പൊതുകടമയും പൗരമൂല്യവും പങ്കിട്ട ഉത്തരവാദിത്വമാണെന്നും കേന്ദ്രമന്ത്രി. സ്വച്ഛതാ പക്വാഡ 2026 ക്യാമ്പയിന് പാലക്കാട്ട് മേഴ്സി കോളേജിൽ തുടക്കം. PSC ക്രമക്കേടിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.